നമസ്കാരം. ഒരു ആശംസ പ്രസംഗം എങ്ങനെ പറയാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആശംസ പ്രസംഗം എങ്ങനെ ആകർഷകമായി പറയാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്സുകളാണ്. ആശംസ പ്രസംഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേരിൽ കൊടുത്തിട്ടുണ്ട് ആശംസ. അതായത് ആ പരിപാടിക്ക് നിങ്ങൾ ആശംസ നേരുകയാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ വളരെ ഫലപ്രദമായി ആശംസ പറയാനായിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. ഒരു കവിവചനമോ അല്ലെങ്കിൽ ഒരു മഹത് വ്യക്തിയുടെ വാക്കുകളോ ചെറുകഥകളോ വെച്ച് നിങ്ങൾക്ക് ആശംസ പ്രസംഗം തുടങ്ങിയാൽ വളരെ ആകർഷകമായി ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആദ്യത്തെ ആ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആളുകളെ നിങ്ങളുടെ വാക്കുകളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് മഹത് വചനങ്ങളോ കവിവചനങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറുകഥയോ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിച്ചേരപ്പെടും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആശംസ പ്രസംഗം നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി ഭാഗം വളരെ ഭംഗിയായി നീങ്ങും. രണ്ടാമത്തെ കാര്യം, ആശംസ പ്രസംഗം ഏറ്റവും ചുരുക്കുക. കാരണം ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിനും, ഇനി വരുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണെങ്കിൽ ആളുകൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മോഡുലേഷൻ വളരെ ഭംഗിയായി ചെയ്ത് പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മളൊരു ആശംസാ പ്രസംഗം പറയേണ്ടത്. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ആശംസാ പ്രസംഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം അധ്യക്ഷൻ, ഉദ്ഘാടകൻ, സ്വാഗത പ്രസംഗകൻ എന്നിവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നീട് സംഘടനയുടെ ഭാവിയെക്കുറിച്ചോ അതോടൊപ്പം ഇതുവരെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ അവർ പറയാത്ത ചില കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ ആശംസാ പ്രസംഗം വളരെ ഭംഗിയായി നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.